നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കൊതിപ്പിക്കുന്ന, നാട്ടുവരമ്പിന്റെ ആർദ്രത അനുഭവിപ്പിക്കുന്ന നാടൻ കഥകളും ഫ്രെയിമുകളുമാണ് സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലേക്ക് മലയാളിയെ കാന്തം പോലെ അടുപ്പിച്ചത്. അവിടെ നന്മയ്ക്കും തിന്മയ്ക്കും കുറുകെ ഒരു അതിർവരമ്പുണ്ടാകും. കാലാന്തരത്തിൽ ആ വരമ്പിന്റെ വീതി നൂൽവണ്ണത്തിലും കുറഞ്ഞ് ശരിതെറ്റുകൾക്ക് പുതിയ മാനം വരും. പലതും മാറ്റങ്ങൾക്ക് വഴിമാറും. ആ മാറ്റങ്ങൾക്ക് കൂടൊരുക്കിയാണ് മകൻ അഖിൽ സത്യൻ തന്റെ പുതിയ ചിത്രം മെനഞ്ഞിരിക്കുന്നത്. ജെൻസി ഫ്ലേവറിൽ ഒരു ഡെലുലു പ്രേമകഥ. ഒപ്പം നിവിൻ പോളിയുടെ നാടൻ വേഷത്തിന്റെയും സ്വതസിദ്ധമായ കുസൃതി തരങ്ങളുടെയും കൂടെ സംഗമമാണ് സർവമായ. ഫീൽ ഗുഡിനൊപ്പം സരസമായ തമാശകൾ കൂടെ കോർത്തുകെട്ടി ഗൃഹാതുരത്വത്തിന്റെ ചേരുവ ചേർത്തൊരുക്കിയ സത്യൻ അന്തിക്കാട് സ്കൂളിലെ നിവിൻ ചിത്രം. അവിശ്വാസിയായ പൂജാരിയുടെ കൺഫ്യൂഷനുകളിലൂടെയാണ് പ്രഭ എന്ന നിവിന്റെ കഥാപാത്രം കടന്നുപോകുന്നത്. അയാൾക്ക് പ്രേതവുമായി ഉണ്ടാകുന്ന കൂട്ടിമുട്ടലിൽ അഖിൽ സത്യന്റെ കഥയൊരുക്കുന്ന ഡിലെമ രസകരമാണ്. അവിശ്വാസിയായ തന്ത്രിയും വിശ്വാസിയായ പ്രേതവും തമ്മിലുള്ള ഒരു വൈബ് യാത്രയാണ് പിന്നീട് അങ്ങോട്ട്. അതിലെ രസകരമായ മുഹൂർത്തങ്ങളാണ് കഥയ്ക്ക് കിക്ക് നൽകുന്നത്. കൂടെ അജു വർഗീസിന്റെ കഥാപാത്രം മെനയുന്ന ഫൺ മൊമെന്റുകളും. ഇത് ഭയങ്കര ചിരിയുള്ള സിനിമയോ വടക്കൻ സെൽഫിയോ ഒക്കെ പോലെ ഹൈ വോൾട്ടേജ് കോമഡി പടമോ ഒന്നുമല്ല. ക്ലീൻ, നീറ്റ്, ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണെന്ന് റിലീസിന് മുന്നേ നിവിൻ പറഞ്ഞിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയല്ല പടത്തിന്റെ ഉദ്ദേശമെങ്കിലും പലയിടത്തും തിയേറ്ററിൽ നീണ്ട ചിരി ഉയർത്താൻ സർവമായ്ക്ക് സാധിക്കുന്നുണ്ട്. സർപ്രൈസ് ഫാക്ടറികൾ ഒളിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റ് കഥാപാത്രങ്ങളിലേക്കും അവരുടെ ഡീറ്റെയിലേക്കും മനഃപൂർവ്വം കടക്കുന്നില്ല. ശരൺ വേലായുധന്റെ ഫ്രെയിമുകളും ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക്കും സിനിമയ്ക്ക് ഫ്രഷ് ഫീൽ നൽകുന്നുണ്ട്. നാടും നഗരവും ചിത്രത്തിലുടനീളം മനോഹരമായാണ് അണിയിച്ചൊരുക്കിയിരുത്തിയിട്ടുള്ളത്. സമീറ സനീഷിന്റെ കോസ്റ്റ്യൂമും എലഗന്റ് ആണ്. എന്നാൽ സംവിധായകൻ തന്നെ എഡിറ്റർ വേഷത്തിലേക്ക് എത്തിയത് കൂടുതൽ കോമ്പാക്ട് ആക്കാമായിരുന്ന സീനുകളിൽ ജഡ്ജ്മെന്റ് നഷ്ടമാക്കിയ പോലെയുള്ള തോന്നലുണ്ടാക്കി. ലാഗ് തോന്നിപ്പിക്കുന്ന ചില്ലറ അവസരങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ കൂടുതൽ പാക്ഡ് ഡ്രാമയായി ആസ്വദിക്കാനായേനെ. എന്റർടൈൻമെന്റ് സിനിമകളുടെ തട്ടകത്തിലേക്കുള്ള നിവിൻ പോളിയുടെ മടങ്ങി വരവായി കൂടെയാണ് സർവമായ റിലീസ് അനൗൺസ്മെന്റ് മുതൽ തന്നെ വിലയിരുത്തപ്പെട്ടത്. മോശം തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് വിമർശിക്കപ്പെട്ട നായകന്റെ പുത്തൻ തിരഞ്ഞെടുപ്പുകളിൽ ആരാധകർക്ക് വിശ്വാസം ഉറപ്പിക്കുക കൂടിയാവും സർവമായയുടെ വിജയപരാജയങ്ങൾ. എന്നാൽ ഏച്ചുകൂട്ടലില്ലാത്ത തമാശകളുടെയും സിറ്റുവേഷണൽ കോമഡികളുടെയും പെർഫെക്റ്റ് റിയാക്ഷനുകളുടെയും കാര്യത്തിൽ നിവിൻ പോളിക്ക് തെല്ലളവിലും മാറ്റം ഉണ്ടായിട്ടില്ലെന്നതാണ് ചിത്രം തെളിയിക്കുന്നത്. ഇമോഷണൽ ട്രാക്കിലേക്ക് കടക്കുന്നിടത്ത് കഥയ്ക്ക് നീട്ടക്കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും പല വഴി തിരിഞ്ഞു പറയുന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ലാൻഡിങ്ങിൽ സിനിമ നൽകുന്നത് സ്നേഹത്തിന്റെ നനുത്ത സ്പർശമാണ്. അതേസമയം മലയാള സിനിമയിൽ നിന്നും കഷ്ടപ്പെട്ടിറങ്ങിപ്പോയ സവർണ എലമെന്റുകളിലേക്ക് സിനിമയിലെ നന്മയും പ്രതാപവും കടന്നു വരുന്നുണ്ടെങ്കിലും അതിന്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാനോ പുതിയ കാലത്തെ അത്തരം നരേറ്റീവുകളിലേക്ക് ശ്രദ്ധ വായിക്കാനോ ചിത്രം മുതിർന്നിട്ടില്ല. സമ്പന്ന സവർണ കുടുംബങ്ങൾക്കുള്ളിലേക്കും അതിന്റെ ഗ്രാൻഡ്യോസിറ്റിയിലേക്കും തന്നെയാണ് കഥ കൺതുറന്നിരിക്കുന്നത്.